ഇവർ കടന്നുപോയ ജില്ലകളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി വഴിയിലെ പരിശോധനകളിൽ പോലീസിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം മലയാള മനോരമയിൽ അടക്കമെന്ന വാർത്തയാണ്. രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കടന്നുപോയത്. പക്ഷേ കാസർഗോഡ് എത്തിയപ്പോൾ എങ്ങനെ പിടിച്ചു? ആ വാർത്തയിൽ മലയാള മനോരമയുടെ വാർത്തയിൽ തന്നെ പറയുന്നു, അവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫാണ് അവരെ പിടിച്ചത്. ഇങ്ങനെ സംഭവിച്ചതാണ് സർ. അങ്ങനെ പിടിച്ചപ്പോഴാണ് ഇത് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതിന് നേരെ മുഖം തിരിക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് സംശയം ഉയരുന്നത്. പറഞ്ഞു ഒറ്റ കാര്യം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ അദ്ദേഹം വളരെ ഘോരഘോരമായി പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോഴൊക്കെ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന സഹായങ്ങൾ നേടിയിട്ടുണ്ട് എന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന പിണറായി വിജയനായിരുന്നു, LDF ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും പിടിക്കുവാൻ താല്പര്യമില്ലായിരുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അല്ല അങ്ങനെയാണെങ്കിൽ വളരെ 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 സജീവമായ ശക്തമായ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുക. ഈ കൈരളി ഫ്ലോറിൽ പോലും വന്നിരുന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങളുടെ മേലുള്ള സംശയങ്ങൾ തീരും. മുഖ്യമന്ത്രിക്ക് കുറെ കൂടി സംശയരഹിതമായ ആളുകളുടെ മുമ്പിൽ നിൽക്കാം. ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കൂ. മുഖ്യമന്ത്രിക്ക് നല്ലതാണ്. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ സംശയത്തിന്റെ പുകമറയിൽ നിൽക്കേണ്ട ആളല്ല. ഏത് മുഖ്യമന്ത്രി തൂഫാനെ കൂട്ടുപിടിക്കാതെ ഇതിനെക്കുറിച്ച് മറുപടി പറയും. ആളുകളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ യാതൊരു ബാധ്യസ്ഥരുമല്ല. നിങ്ങൾ ഇതിന് ഈ കേസിന്റെ സ്വഭാവം രതീഷ് ചക്രവാണിയിലേക്ക് ഇതിലെ പ്രശ്നം എന്താണ്? രജിൻ, അടുത്ത റൗണ്ട് താങ്കൾ പറയും. ഇതിലെ പ്രശ്നം എന്താണ്? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണ് നിങ്ങൾ ഇയാളെ പിടിച്ചതെന്ന് വിശദീകരിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ പിടിക്കപ്പെട്ട പ്രതികൾ ഇതുവരെ ഈ തൂഫാനിൽ ഇതുപോലൊരു കേസിലും പിടിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ മുഖ്യമന്ത്രി തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ പേരിൽ, ദുരൂഹമായ ചങ്ങാത്തത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ നിലയിൽ ഈ മയക്കുമരുന്ന് പ്രതികളുമായുള്ള ആഭ്യന്തര വകുപ്പിന് പരാജയമല്ല ചേർത്തേ. നിങ്ങളുടെ ഈ കാലത്ത് നിങ്ങൾ പിടിച്ച പ്രതി നിങ്ങളുടെ സർക്കാർ പിടിച്ച പ്രതി ആണെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ സർ. അതാണ് പറഞ്ഞത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെ പിടിക്കപ്പെട്ടതാണ്. എങ്ങനെ നോ അതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഇവർ കടന്നുപോയ ജില്ലകളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി വഴിയിലെ പരിശോധനകളിൽ പോലീസിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം മലയാള മനോരമയിൽ അടക്കമെന്ന വാർത്തയാണ്. രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കടന്നുപോയത്. പക്ഷേ കാസർഗോഡ് എത്തിയപ്പോൾ എങ്ങനെ പിടിച്ചു? ആ വാർത്തയിൽ മലയാള മനോരമയുടെ വാർത്തയിൽ തന്നെ പറയുന്നു, അവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫാണ് അവരെ പിടിച്ചത്. ഇങ്ങനെ സംഭവിച്ചതാണ് സർ. അങ്ങനെ പിടിച്ചപ്പോഴാണ് ഇത് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതിന് നേരെ മുഖം തിരിക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് സംശയം ഉയരുന്നത്. അവിടെയാണ്. ഞാൻ രതീഷ് ചക്രവാണിയിലേക്ക് വരാം. താങ്കളിലേക്ക് വരാം.